നിങ്ങൾ ഫേസ്ബുക്കിൽ അമ്മായിമാരാണ്, അമ്മാമാരാണ്, ചേച്ചിമാരാണ്, ചേട്ടന്മാരാണെങ്കിലും ആരാന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിൽ കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വിഷയമില്ല. അങ്ങനൊന്നും പറയരുത്. അല്ലെങ്കിൽ അച്ചാമച്ച കുഴപ്പം തോറ്റു. ഇന്നത്തെ ഈ ഒരു ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഹായ് ഗൈസ്, വെൽക്കം ടു ഡബിൾ ബാരൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ ഫേസ്ബുക്കിൽ കുറേ ചാച്ചിമാരും ചേട്ടന്മാരും എന്ന് പറയുന്നുണ്ട്, ഇവളെ എന്ത് കുഞ്ഞാണ് എന്നൊക്കെ കമന്റ് ഒക്കെ ഇടുന്നുണ്ട്. നെഗറ്റീവ് കുത്തുവാണോ അല്ലെ ഓവർ ആക്ടിങ് ആണോ? നെഗറ്റീവ് കമന്റ്. എന്തിനാണ് ഇങ്ങനെ കമന്റ് ചെയ്യുന്നത്? ഇവള് എങ്ങനെയാണോ എല്ലാവരുടെ അടുത്തും അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് അതുപോലെ നിൽക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ച് അഭിനയിച്ചൊന്നും ആരുടെ അടുത്ത് നിൽക്കാറില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. ശരിക്കും പറയാൻ നിങ്ങൾ അതിൻ്റെ പകുതി പോലും കാണുന്നില്ല. പിന്നെ നെഗറ്റീവ് കമൻറ്റ് അടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയാം. പക്ഷേ ഞങ്ങളൊന്നും കാര്യമാക്കത്തില്ല. നിങ്ങൾ പറയേണ്ടവർക്ക് പറയാം, എന്ത് വേണേൽ പറഞ്ഞിട്ട് പോവാം. ഞങ്ങൾ ഇതുവഴി കേൾക്കുന്നു, ഇതുവഴി പറഞ്ഞു കൊടുക്കുമോ? പറ, എന്തെങ്കിലും പറ. അമ്മനെ പറ്റി പറയാം, ഞങ്ങളെ പറ്റിയല്ല. ഞാൻ ഇങ്ങനെയാണ്, ഇനി എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പറയേണ്ടവർക്ക് പറയാം, പറഞ്ഞിട്ട് അതുവഴി എങ്ങനെ അങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. ഞങ്ങളെ അറിയാവുന്നവർക്ക് അല്ലെ ഇവളെ അറിയാവുന്നവർക്ക് അറിയാം ഇവളെ എങ്ങനെ എന്താണ് ഇവളുടെ ബിഹേവിയർ, എന്താണ് ഇവളുടെ ക്യാരക്ടർ എന്ന്. അതൊന്നും നിങ്ങൾ പറയുന്ന ഒരു നെഗറ്റീവ് കമന്റും ഞങ്ങൾ ചെവിക്കൊള്ളത്തില്ല. അതങ്ങനെ ഫേസ്ബുക്കിൽ വരും, അറിയാം. ഞങ്ങളത് കാര്യമാക്കല്ല. യൂട്യൂബിൽ ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ ഇനി വരുമായിരിക്കാം. വന്നാലും ഞങ്ങൾക്കൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ പേരെന്താ, ഡബിൾ ബാർ എന്നുള്ള നെയിം എന്താ ചേഞ്ച് ചെയ്യാത്ത എന്നും ആൾക്കാർ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ കുറേ കമൻറ്റ് വന്നായിരുന്നു. അല്ല, ആ വീഡിയോ ഇടുന്നതിന് തൊട്ട് പിന്നെ ഞങ്ങൾ ആ വീഡിയോ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കമൻറ്റ് ഇട്, അതിൽ ഭൂരിഭാഗം ആൾക്കാർ എന്താണ് പറയുന്നത് അത് ഞങ്ങൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതിൽ ഭൂരിഭാഗം ആൾക്കാരും ഡബിൾ ബാരിൽ ചേഞ്ച് ചെയ്യേണ്ട, ഡബിൾ ബാർ യൂണിക് നെയിമാണ്, അതുകൊണ്ട് നിങ്ങൾ വേറെ നെയിമൊന്നും ഇടണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ കുറച്ച് പേര് അനന്ത് അർജുൻ എന്നുള്ള പേരൊക്കെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പേര് തന്നെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഭൂരിഭാഗം ആൾക്കാരെ ഇത് തന്നെയാണ് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. ഞങ്ങൾക്കും തോന്നുന്നത് ഡബിൾ ബാരിൽ അത്യാവശ്യം നല്ല പേര് തന്നെയാണ്, ഒരു യൂണിക് നെയിം തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഡബിൾ ബാരിൽ എന്നൊരു പേര് ആർക്കും ഇല്ലല്ലേ? ആർക്കും ഇല്ല. എന്തെങ്കിലും പറയാം, പേര് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും മൂങ്ങ കളിച്ചിരിക്കുക ഒരു പറഞ്ഞുകൊണ്ടാണോ? ഞാനോ ഡബിൾ ബാരൽ മാറ്റി ട്രിപ്പിൾ ബാരൽ ആക്കണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. കുറച്ച് നാളുകളായി ഞാൻ ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഡബിൾ ബാരൽ അല്ല, ട്രിപ്പിൾ ബാരൽ ആക്കേണ്ട കാര്യമില്ല. ഡബിൾ ബാരൽ 2 കുഴൽ ഞങ്ങൾ ട്രിഗർ അമ്മു. ഓക്കെ, സമാധാനമായല്ലോ. അതിന്റെ വാഴപ്പിക്കാൻ വേണ്ടിട്ടല്ലേ. ഡബിൾ ബാരൽ ട്രിഗർ വലിച്ചാലേ വെടി പൊട്ടത്തുള്ളൂ, അതറിയാവോ? കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞ് ഇന്നത്തെ കാര്യം എന്താണെന്ന് നമ്മൾ പറയാൻ മറന്നുപോയി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നും പറയുന്ന പോലെ ഒരു ചലഞ്ച്, ഒരു നല്ലൊരു ചലഞ്ച് ആയിക്കോട്ടെ. അപ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എല്ലാ വീഡിയോയും ഇതുപോലെ ചലഞ്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അതങ്ങനൊന്നുമല്ല. ഇപ്പോൾ അമ്മു എന്തായാലും 6-ാം തീയതി വരെ ഇവിടെ ഉള്ളൂ, നാട്ടിലുള്ളൂ. 6-ാം തീയതി ആകുമ്പോഴത്തേക്ക് അമ്മുവിന് ആലപ്പുഴ വേറെ നാട്ടിലോട്ട് പോകും കേട്ടോ. ആലപ്പുഴ നമ്മൾ ഇവിടെ അല്ലല്ലോ. അപ്പോൾ അമ്മൂന് പഠിക്കാൻ പോകണം, അവിടെ എക്സാം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അമ്മു ബിസി ആയിരിക്കും. അപ്പോൾ അതുവരെ അമ്മുവായിട്ട് എൻഗേജിങ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇന്നും വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോൾ ഇച്ചിരി മടിയൊക്കെ കാണിച്ചു. ചേട്ടാ എനിക്ക് പഠിക്കാനുണ്ട്, ഞാൻ പഠിപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നാ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ വീഡിയോ ചലഞ്ച് ആണ് ഗയ്സ്, നോ എക്സ്പ്രഷൻ ചലഞ്ച്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നോ എക്സ്പ്രഷൻ ചലഞ്ച്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ അതിന് വേണ്ടിയിട്ടുള്ള നെല്ലിക്ക, കൊടംപുളി, പാവയ്ക്ക, നാരങ്ങ, വാളംപുളി, പച്ചമുളക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിജയിക്ക് ഞങ്ങൾ കൊടുക്കുന്നത് മെർസിഡിസിന്റെ റെഡ് വെൽവെറ്റ് ഐസ്ക്രീം. ഇത് പരസ്യമല്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ ഒരു ചലഞ്ച് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞോളാം. അല്ലേ, പറ. ഒരു അവസരം കൊടുക്കടേ. ലോട്ടിട്ടാണ് ഗൈസ്, ഞങ്ങൾ അതിനകത്ത് കുറെ ടാസ്ക് എഴുതിയിട്ടുണ്ട്. ഈ ടാസ്ക് എന്നല്ല, ഇത്ര ഇതിന്റെ പേര് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ നമ്മൾ 6 മൊത്തം എഴുതിയിട്ടുണ്ട്. 6 ഉണ്ടല്ലോ. അപ്പോൾ ഒരു 2 വെച്ചെടുക്കും. അതിൽ 2 കിട്ടുന്നവർ അതിസാഹസികമായി ഇത് ചെയ്ത് കഴിച്ച് കാണിക്കണം. ഇതൊക്കെ വെറും സിമ്പിൾ. കാണിച്ചിട്ട് വിത്ത് നോ എക്സ്പ്രഷൻ. അതാണ് ഇങ്ങനെ ഇരുന്ന് കഴിച്ചാൽ മതി. അപ്പം 2 കിട്ടും. 2 എക്സ്പ്രഷൻ ഇല്ലാതെ ചിരിച്ചാൽ കുഴപ്പമില്ല. ചെയ്യുന്നയാൾക്ക് നമ്മൾ ഐസ്ക്രീം സമ്മാനമായിട്ട് കൊടുക്കും. ഓക്കെ, നമുക്ക് ചെയ്യാം. ഇത്രയും വലുതായിട്ട് അവൻ പറയുന്നുണ്ടെങ്കിലും അത് ആ ഒരു നോ എക്സ്പ്രഷൻ ചലഞ്ച് അവൻ വിജയിക്കുമെന്നാണ് അവന്റെ മനസ്സിൽ. ആ കാഴ്ചപ്പാട് വെറും തെറ്റാണ്. എനിക്ക് അങ്ങനൊന്നുമില്ല. ഇത് എന്റെ അഭിപ്രായത്തിൽ അമ്മു ജയിക്കുമെന്നാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കൂടുതൽ നീട്ടുന്നില്ല. നമുക്ക് എക്സ്പ്രഷൻ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം.
എടുത്തോ അവിടെ ആദ്യം എടുത്ത് വെച്ചേക്കുന്നു ഞാൻ ആദ്യം കുലുക്കിയിട്രി അല്ല കുലുക്കിയിട്രി ഇത് അവിടെ കള്ളത്തിലൊന്നും ഇല്ല ഇവിടെ. എന്നാലും തിരുത്തിരി വഴികാട്ട്. എനിക്കെന്തോ അമ്മ ആദ്യം എടുത്തു. നിങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി എനിക്ക് ഉണ്ടേ തന്നാ മതി, ഇല്ലെങ്കിൽ അതും നിങ്ങളങ്ങ് എടുത്തു. ഇതിനേതാ രണ്ട് ഞാനും രണ്ടെണ്ണം എടുത്തു ഗൈസ്. രണ്ടെണ്ണം കൂടെ ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള രണ്ടെണ്ണം എനിക്ക് ആദ്യം തുറന്നു നോക്കുന്ന ആൾ ആദ്യം ചെയ്യും. വേഗം ചെയ്തോണം, കാരണം ഈ വീഡിയോ ലാഗ് അടിക്കാൻ പറ്റില്ല. തുറന്നു നോക്കി ഇല്ല നീ കണ്ടോ? അമ്മ ചെയ്തു ഇല്ല ചെയ്തു തുറന്ന് എന്താന്ന് വായിക്കേ. വെടി കാണും. എന്തോ കണ്ട ആദ്യം തുറന്നു നോക്കി കണ്ടു. ഇതെന്തോ കള്ളക്കളിയാണ്. എന്ത് വേണ്ടാന്ന് വിചാരിച്ചോ ആ സാധനം തന്നെ കിട്ടി ഗൈസ്. പച്ചമുളക്. നെക്സ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചാൽ കാണത്തില്ല. വേണ്ട, ഞാൻ പറഞ്ഞാ മതി. എന്താ ഗൈസ് പച്ചമുളക് കണ്ടോ ഇല്ല നീക്കത്തില്ല പച്ചമുളക്. മറ്റേത് നെക്സ്റ്റ് വേണ്ട, സസ്പെൻസ് ആദ്യം പച്ചമുളക് തന്നെ. അത് ഞാൻ കണ്ടായിരുന്നു. എന്താ തിന്നു നെല്ലിക്കയാ. എന്നാ സസ്പെൻസ് പോട്ടെ. നെല്ലിക്ക. അടുത്തോട്ട് അവക്ക് കിട്ടിയത് പച്ചമുളക് നെല്ലിക്കയും. ഇത് ഫുള്ള് തിന്നോണേ. ഇത് പകുതിയേ ഉള്ളൂ, അത് ഫുള്ള് തിന്നോണം. ഇത്രയും തിന്നാ അത്രയൊന്നും ഇല്ല. നോ എക്സ്പ്രഷൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് തിന്നണം. അത് പകുതിക്കാണ് ഇരിക്കുന്നത്. പകുതി മുളക് എരിവില്ലാത്ത മുളകാ. എരിവില്ലാത്ത മുളക് ചോദിച്ചാ വാങ്ങിച്ചോണ്ട് വന്നത്. അപ്പൊ തിന്നെ. ഇത് ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന മുളകല്ലേ, ഞാൻ എരിവുള്ളതാ ചോദിച്ചു വെച്ച്. അയ്യാടാ കടിച്ചോ. കടി മൊത്തം കടിക്ക്. എക്സ്പ്രഷൻ പാടല്ലേ. എക്സ്പ്രഷൻ ഇല്ലെങ്കിൽ ഇത് കിട്ടും. ചുമച്ച കുഴപ്പമില്ല. എരിവാണോ കടിക്കുന്നത്? തിന്നെ. ചുമട് കഴിച്ചിട്ട് എരിവാണ്. അപ്പൊ ഗൈസ് ഒരു ചലഞ്ച് നമ്മൾ തോറ്റിരിക്കുന്നു. എക്സ്പ്രഷൻ വന്നു ചെറിയൊരു മൈന്യൂട്ട് എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ പോലും തോറ്റു എന്നാണ് അർത്ഥം. അപ്പൊ അമ്മ ഒരു എക്സ്പ്രഷൻ തോറ്റേ. അടുത്തത് നെല്ലിക്ക. നെക്സ്റ്റ് നെല്ലിക്ക. ഗൈസ് ഇതേ നെല്ലിക്കയുടെ ഒരു പകുതി ഇത് മധുരിക്കും. എനിക്ക് പുളി ഓണാണോ? ഇതാദ്യം തന്നെ അങ്ങോട്ട് ഫുള്ള് അതോട്ട് ഇടും. അതിന് എക്സ്പ്രഷൻ ഇല്ല അതിന്. അതോടെ തന്നെ ഇതെങ്ങനെ എല്ലാ എക്സ്പ്രഷൻ എല്ലാം മുഖത്തുണ്ട്. ഗൈസ് വിജയകരമായി അമ്മു തോറ്റിരിക്കുന്നു. ഇനി അടുത്ത ആള് നീ ചാവുണ്ടി ദേവി. ഇത് വിജയ്ക്ക് കൊടുക്കാനുള്ളതാണ്. എവിടെ വെച്ചൊരു എന്തെങ്കിലും തോടാ. ഇത് എന്നെ വിട്ട് ഇങ്ങനെ ഗൈസ് കുടംപുളി. മുഖത്തെ എക്സ്പ്രഷൻ നോക്കിക്കാണേ. ഞങ്ങൾ രണ്ടും ആരാ വിജയം എന്ന് തീരുമാനിക്കാനുള്ളത്. അവിടെ വെച്ചൊരാളും തോടാ. തിരിച്ചവിടെ ഇരിക്കുക. പടത്തി വെട്ടം തിന്നി. എന്ത് ബാക്കി ആരും തിന്നും? ഇത് ഫുള്ള് തിന്നണം. പിന്നെ ഇത് കുറച്ച് തിന്നിട്ട് എന്തോ കാര്യം? ഇത് ഫുള്ളോ? ഇത് ഫുള്ള് തിന്നോ? ബാക്കി തിന്നണ. ഇത് കുറച്ച് തിന്നിട്ട് അത് മതി. നമ്മാൻ നീ എടുത്തോണ്ട് പോകും. എന്റെ തലക്ക് അടിച്ച് ഏൽപ്പിക്കുവാണ്. ഇതുണ്ട് അത് ഫുള്ള് തിന്നണേ. ഫുള്ളെടുത്ത് വില കിട്ടോ? ഇല്ല എനിക്ക് കുറച്ച് തരാം. ഞാൻ ഇച്ചിരി തരാം. വേണ്ട നീ തിന്ന്. ഇച്ചിരി ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇതിന് പറയണ പടംപുളി തിന്ന്. ഗൈസ് വളരെ കുരുവുണ്ട്. കുരുവൊന്നുമില്ല. കുരുവുണ്ട് തപ്പാലോ. കുരുവുണ്ട്. കുരുവൊന്നും ഇല്ല. പിന്നെ എന്തോ വെണ്ടയാണോ? സ്ക്രീൻ. സ്ക്രീനോ? വാക്ക് സ്ക്രീൻ. ഇത് തോടാ. എനിക്ക് തന്നെ എന്താ പോലെ ചള്ള പട്ടികളെ തിന്നാ. നീ ഇത് തിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നത്. വിത്ത് നോ എക്സ്പ്രഷനെ സംശയമുള്ളവർ ക്യാമറ ചെക്ക് ചെയ്യാം. ഇത് ഞാൻ കൈ കൊണ്ട് കഴിക്കോട്ടെ. എനിക്കിനി നോക്കേണ്ട കാര്യമില്ല. ഇതിലുള്ളത് ഇനി പൂണോ? അതിനാ ഇനി നോക്കേണ്ട കാര്യമില്ല. നാരങ്ങയും പാവയ്ക്ക് ഇതിനകത്തുള്ള കുരു എല്ലാം ഉണ്ട് ഈ പാവയ്ക്കകത്ത്. അത്ര എരിവാ? ഞാൻ പാവയ്ക്ക തിന്നാൻ പോവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ഐറ്റം ഇത്. നിനക്ക് ഇഷ്ടമുള്ള ഐറ്റം ചോദിച്ചു വാങ്ങിച്ചോണ്ട് തരാം. ഇനി അവാർഡ് കളിക്കാതെ തിന്നു മന്നെ.
തോറ്റു അത് മര്യാദക്ക് അത് പ്ലേറ്റ് കൊണ്ട കഴുകി വെച്ചോണം. ഒന്ന് തൊടല്ലേ, വല്ല കുഷ്ടം പിടിക്കും. നീ കഴിച്ചില്ലേ? ഞാൻ നാരങ്ങ തിന്നണോ? തിന്നണം. ആരോഗ്യം കഴിക്കണം, കിട്ടിയ രണ്ടും കഴിക്കണം. അതല്ലേ അതിൻ്റെ ന്യായം. മൊത്തം തിന്നണം. അയ്യോ എൻ്റെ വയറൊക്കെ നീ എന്തോ തിന്നിട്ടാ? ഞാൻ നാരങ്ങ തിന്നാൻ പോവാണ്. ഇതിലെനിക്ക് എക്സ്പ്രഷൻ ഒന്നും വരത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കത്ത് എഴുതുന്നോ? കത്ത് വായിക്കുവാണോ? അത് പിഴിയാൻ മറ്റേ നാരങ്ങ പിഴിയുടെ ആവശ്യമില്ല, അല്ലാതെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടത്. അപ്പോൾ ഗൈസ് എനിക്ക് സന്തോഷമുണ്ട് ചലഞ്ച് തോറ്റെങ്കിലും. ഞങ്ങൾ ഇത്ര നാളും ചെയ്തതിൽ ആദ്യമായിട്ടാണ് ഒരു ചലഞ്ച് ഇവൻ ജയിക്കുന്നത്. അതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. വിജയിക്കുള്ളത് കൊടുത്താൽ കൊടുത്തോ? ഞാൻ തോറ്റാ. ഞാൻ അച്ചുപിടിച്ചുള്ള ചെയ്തേ. തോറ്റോ? എരിവുള്ളത് ഞാൻ ചെയ്തു. തോറ്റ തരാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഗായ്സ് ഇന്നത്തെ ഈ ഒരു ചലഞ്ചിലെ വിജയ് മിസ്റ്റർ അർജുൻ സുരേഷ്. അപ്പോൾ ഗൈസ് ഏറ്റവും ഇൻറ്റൻസീവായിട്ടുള്ള ചലഞ്ച് ചെയ്ത് അമ്മു ആയതുകൊണ്ട് അമ്മുവിന് ഞാൻ ഈ സമ്മാനം കൊടുക്കും. എന്തൊരാർത്തി. ജയം നമുക്ക് പിന്നെയും കിട്ടും. പക്ഷേ ഇതുവരെ നമ്മളുടെ സ്ഥാനം നമ്മൾ കൈമാറുക, അത് നമ്മളുടെ ദൈവികമായിട്ടൊരു കാര്യം. അതൊന്നും അത് കേട്ടോ, ദൈവികമായിട്ടുള്ള സാധനമാണ്. അയ്യോ എൻ്റെ ദൈവമേ, എന്തുവാ അത്? കടിച്ചതാ, പല്ല് പൊളിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഒന്നുകൂടെ ഒരു കാര്യം പറയാം. നിങ്ങൾ ഫേസ്ബുക്കിൽ അമ്മായിമാരാണ്, അമ്മാവന്മാരാണ്, ചേച്ചിമാരാണ്, ചേട്ടന്മാരാണെങ്കിലും ആരാന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിൽ കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വിഷയവുമില്ല. അങ്ങനൊന്നും പറയരുത്. നിങ്ങൾ നല്ല കമൻറ്റ് ഇടണം, എങ്കിലേ ഞങ്ങൾക്ക് അതിനൊക്കെ റിപ്ലൈ തരാൻ തോന്നത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന നെഗറ്റീവ് കമന്റ് ഒന്നും ഞങ്ങൾ ചെവിക്കൊള്ളത്തില്ല. നിങ്ങൾ ഇടുന്നവരിട്ടോ അത്ര അങ്ങനെ പറഞ്ഞാൽ മതി. എന്തിനീ അമ്മായിമാരും അച്ചായിമാരെന്നൊക്കെ പറയാം. എല്ലാവരും ഉണ്ടല്ലോ, നമ്മൾ മാത്രമല്ലല്ലോ ഉള്ളൂ. ചേച്ചിമാര്, ചേട്ടന്മാര്, അമ്മാമാര്, അമ്മായിമാര് എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റ് ഇടൂ. ഇഷ്ടമില്ലാത്തവർ കമന്റ് ചെയ്യേണ്ട, വീഡിയോ കാണണ്ട. ഇഷ്ടമുള്ളവർ മാത്രം വീഡിയോ കാണണ്ട. കമന്റ് ഇട്ടോണ്ട് ഞങ്ങൾ ഇനി വീഡിയോ ഇടത്തില്ല, അല്ലെ സംസാരിക്കത്തില്ല, അങ്ങനെ ഒന്നും വിചാരിക്കില്ല. വീണ്ടും തുടർന്നോണ്ടിരിക്കും. ഞാനാണല്ലോ പറയുന്നത്, അറ്റ്ലീസ്റ്റ് കമന്റ് ഇടുന്നവര് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് കമന്റ് ഇടുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ കമന്റ് ഇടുക, ഇത് ഞങ്ങൾ ഇതിൽ കേൾക്കുക. അല്ല, കമന്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ മാത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇടപെടേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു വീഡിയോ കാണുന്ന അല്ല, അടുത്ത വീഡിയോ ഇനിയും ചലഞ്ചുകളൊക്കെ പ്രതീക്ഷിക്കാം. ചലഞ്ച്, പ്രാങ്ക്, ട്രാവലിംഗ് വീഡിയോ, അങ്ങനെ നല്ല വീഡിയോകളൊക്കെ വരുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ചലഞ്ച് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ പരാതി ഒന്നും പറയരുത്. ഇനിയും വരും നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയം. അല്ല, ഐസ്ക്രീം എങ്ങനെ ഉണ്ട്? അത് തിന്നോണ്ടോട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ വി ആർ ഡബിൾ ബാരൽ സൈനിങ് ഓഫ്. ബൈ ബൈ.